തണുപ്പ് കാലത്ത് ഇവിടെ കൂടുതൽ ആൾക്കാരും രാത്രിയാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ആ ഒരു സമയത്ത് തണുത്ത കാറ്റ് ആസ്വദിക്കാനും ലൈറ്റിംഗ് ഒക്കെ കണ്ടിരുന്ന് രസിക്കാനുമാണ് അവർ ആ ഒരു സമയം തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷേ സൗദി അറേബ്യയിൽ പ്രകൃതിയെ ഇത്രമാത്രം സുന്ദരമാക്കുന്ന 6 മാസവും ഇതുതന്നെയാണ്. അതുകൊണ്ട് ഈ നിറങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ 6 മാസത്തിൽ അതിനുള്ള അവസരം വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് വീട്ടിലുള്ള എല്ലാവരെയും എങ്ങനെയൊക്കെയോ മേയിച്ച് ഞാൻ സന്ധ്യയാവുന്നതിന് മുന്നേ കോർണിഷിലെത്തി. പ്രതീക്ഷിച്ച പോലെ അവിടം വിജനമായിരുന്നു. പിന്നെ അവിടെ എവിടെയും കുറച്ച് പേരുണ്ടായിരുന്നു. മീൻ പിടിക്കുന്ന ഈ കൂട്ടരെ കണ്ടിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും വല്ലാത്ത അത്ഭുതം തോന്നി. അദ്ദേഹത്തിനൊരു മീനിനെ കിട്ടുകയും ചെയ്തു. പിന്നെ ഇവിടെ മിക്ക കോർണിഷിലും സൈക്കിളുകൾ വെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലൊരു ഫൗണ്ടൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോർണിഷിൽ കാണുന്നത്. ഇത് ഫനാത്തിർ കോർണിഷാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഫൗണ്ടന് മുന്നിൽ നിന്നിട്ട് ആർക്കും ഫോട്ടോസും വീഡിയോസും എടുത്ത് മതി വരുന്നില്ല. രാത്രിയാകുമ്പോഴേക്കും ഈ ഫൗണ്ടൻ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇതിനു ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. നോമ്പുതുറയ്ക്ക് വേണ്ടി കുറച്ച് പേര് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ കടൽ. ഈ ഒരു നിറത്തിൽ കടൽ കാണണമെങ്കിലും ഈ ഒരു സമയത്ത് എത്തണം. പിന്നെ അവിടെ ഒരുപാട് കുടകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടിയിലൊന്നും പോയിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് കലാപരിപാടികൾ ആ മണൽ തീരത്ത് ഞാൻ ഒപ്പിച്ചു. പിന്നെ നിതിൻ ചേട്ടനും പപ്പയമ്മയും അവിടെ കടൽക്കാറ്റൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ രാത്രിയാവുന്നവരെ ഞങ്ങൾ അവിടെ നിന്നു. രാത്രിയാകുമ്പോഴേക്കും തണുത്ത കാറ്റ് കുറച്ചധികമായിട്ട് വീശുന്നുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് മാറി കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഇടയിലൂടെ നടന്നു. പിന്നെ അമ്മയ്ക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ്. തണുത്ത ഇളം കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ഈ പൂക്കൾ കാണാനും നല്ല രസമാണ്. ആകാശമാണെങ്കിൽ ആകെ കറുത്തിരുണ്ട് നീല നിറത്തിലും. പിന്നെ അതിനിടയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ്സും. അങ്ങനെ മൊത്തത്തിൽ കളർഫുള്ളായിരുന്നു ഇന്നത്തെ യാത്ര.